തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലേ. ഇല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? തന്റെ പെർമിഷൻ ഇല്ലാതല്ല, താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. താൻ എങ്ങനെ ഇടോ സ്വാഭാവികമല്ലേ? താനിപ്പോ തന്നെ പറ്റി മാത്രമല്ലേ ആലോചിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ. പറയ് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. ചുട്ടുപഴുത്ത ഓവനിൽ വെന്തുരുകുന്നൊരു കോഴിയുടെ അവസ്ഥ, അതാണ് നമ്മളിപ്പോൾ കേട്ടത്. കുറെ നാളുകളായിട്ട് ഇവനെ കൊടുക്കണമെന്ന് വിചാരിച്ച് ഇവന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ആൾക്കാർ കളിച്ച വലിയൊരു തന്ത്രപരമായൊരു കളിയിൽ ഇവൻ വീണുപോയി. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. കാരണം ആ പെൺകുട്ടിയുടെ വർത്തമാനത്തിലെ കോൺഫിഡൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ഒരു ചെറിയ മീനല്ല എന്ന്. ഒരു ഉത്തരവാദിത്തപ്പെട്ട വീട്ടിൽ വളർത്തുന്ന, നല്ല മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്ന, സ്നേഹത്തിൽ വളർത്തപ്പെടുന്ന ഒരു വീട്ടിലെ പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അങ്ങനെയുള്ള നല്ല വീട്ടിൽ വളരുന്ന പെൺകുട്ടി ഇവനൊക്കെ ഏത് കൊല കൊമ്പനാണെന്ന് പറഞ്ഞാലും കിടന്നിട്ട് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അവനെ വിലപേശാൻ നിൽക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. മാങ്കൂട്ടത്തിലിന്റെ തലതൊട്ടപ്പന്മാരായ പാർട്ടിക്കാരൊക്കെ ഇതിനേക്കാൾ വലിയ പുകിലിലൂടെ കടന്നുപോയവരാ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലിരുന്നു, ഇപ്പോഴും ഇരിക്കുന്നു, ഇനിയും ഇരിക്കും. പട്ടായയിൽ പോകുന്ന രാഹുൽജിയെ പ്രധാനമന്ത്രിയാക്കിയാൽ മതിയെന്ന് ഇവർക്കൊക്കെ നന്നായിട്ടറിയാം. ഇടയ്ക്കിടയ്ക്ക് സോണിയാജിക്ക് തിരുതക്കറിയും വെച്ചു കൊടുത്താൽ അവരവരുടെ കാര്യം സേഫാകും. വേണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പദവും അല്ല.